പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണിന്ന്. പ്രധാനമന്ത്രിയുടെ ജന്മദിനം തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഡൽഹിയിലാണ് ആ പ്രതിഷേധം അരങ്ങേറുന്നത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ വിനിത വിജി ഉണ്ട്. വിനിത, ഇത് എപ്പോൾ മുതലാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? സ്മിത, അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപിൽ ഈ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മുഖംമൂടി ധരിച്ച ഇന്ന് തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ കറുത്ത ബലൂണുമൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിലെ ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്ന് അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഒരു പ്രതിഷേധവുമായി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ അവർ സംസാരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പ്രവർത്തകരോട് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കറുത്ത ബലൂണുകൾ ഇവിടെ കെട്ടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. ഈ തൊഴിലില്ലായ്മ രാജ്യത്ത് വർദ്ധിക്കുന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, അത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപിച്ചതാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പിറന്നാളിൽ രാജ്യവ്യാപകമായി രാജ്യത്തുടനീളം വിവിധ ആഘോഷ പരിപാടികളൊക്കെ BJP സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് ഈ പിറന്നാൾ ദിനത്തിൽ തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ഉദയ് ഭാനു ചിപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ രാജ്യത്ത് നിരവധി ആളുകൾ അവരുടെ പഠനം പൂർത്തിയാക്കുന്നു. പക്ഷെ അവർക്ക് തൊഴിൽ ഇല്ലാത്തൊരവസ്ഥ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ തൊഴിലില്ലായ്മ എന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇത്തരത്തേക്ക് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധവുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയ് ഭാനു ചിപ്പ് സംസാരിക്കുന്നു. वोट नहीं चाहिए, वो वोट दें या ना दें, वोट चोरी करके वो फिर से प्रधानमंत्री बन जाएंगे. इसलिए हम बोल रहे हैं नौकरी चोर, वोट चोर, गद्दी छोड़. വോട്ട് ചോർ ഗഡ്ഡി ചോർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി. पिछले 50 साल में सबसे ज्यादा बेरोजगारी अभी देश में चल रही है और ये हम नहीं कह रहे, नरेंद्र मोदी जी की सरकारी आंकड़े बोल रहे हैं. हम भी परेशान हो रहे हैं पिछले 11 सालों से कि ऐसा क्यों कर रहे हैं, भारत के युवाओं को बेरोजगार क्यों रख रहे हैं. ജന്മദിനത്തിന്റെ നാളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് കോൺഗ്രസിന്റെ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ്. വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചാണ് അവരുടെ പ്രതിഷേധം. തൊഴിലില്ലായ്മ ദിനമായി ആചരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.